ആദ്യം കോൺഗ്രസിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നത്? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വൈകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എംപിമാർ മത്സരിക്കണോ വേണ്ടേ എന്നതിൽ തീരുമാനം കൃത്യസമയത്ത് എടുക്കാനും അത് എംപിമാരെ ബോധ്യപ്പെടുത്താനും കേരളത്തിലെ നേതാക്കളെ ബോധ്യപ്പെടുത്താനും കഴിഞ്ഞില്ല എന്നതാണ്. അതുതന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നിരവധി പ്രശ്നങ്ങൾ കൂടിയുണ്ട്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ വരും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുമ്പോഴും ഈ ചർച്ചകളിലെങ്ങും അവസാനം തീരുമാനം എത്താൻ കഴിയാത്തതിൻ്റെ പ്രധാനപ്പെട്ട തടസ്സമായി നിൽക്കുന്നത് ഇതുകൂടിയാണ്. എന്തുകൊണ്ടാണ് നേരത്തെ ഈ പാർട്ടിക്ക് എംപിമാർ മത്സരിക്കണമെങ്കിൽ അത് ആരൊക്കെ മത്സരിക്കണം, അല്ലെങ്കിൽ അതിന് എന്താണ് മാനദണ്ഡങ്ങൾ വേണ്ടത്? ഈ മാനദണ്ഡങ്ങളൊന്നും പ്രഖ്യാപിക്കാതെ അല്ലെങ്കിൽ അത് എംപിമാരെ ബോധ്യപ്പെടുത്താതെ എന്തിനാണ് തെരഞ്ഞെടുപ്പ് പട്ടികയുമായി മുന്നോട്ട് പോയത് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. മറ്റൊന്ന്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വൈകാനുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം എല്ലാ കാലത്തും സാമുദായിക ഒരു സമതുലിതാവസ്ഥ അല്ലെങ്കിൽ സാമുദായിക സമവാക്യം ഇത് പാലിച്ചുകൊണ്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയൊക്കെ എപ്പോഴും നിശ്ചയിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് കാലാകാലങ്ങളിലായി അതെല്ലാം ജില്ലകളിലെ സ്ഥാനാർത്ഥികൾ പട്ടിക പരിശോധിക്കുമ്പോൾ ഓരോ ജില്ല തിരിച്ചും അല്ലെങ്കിൽ സംസ്ഥാനം തിരിച്ചുമൊക്കെ അതൊക്കെ പരിശോധിച്ച് തന്നെയാണ് പോകുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ കോൺഗ്രസിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട വിഷയം, കോൺഗ്രസിൽ ഹിന്ദു മതത്തിൽ നിന്ന് ഈഴവ സമുദായത്തിൽ നിന്ന് ഒരേ ഒരു MLA മാത്രമാണ് കോൺഗ്രസിലുണ്ടായിരുന്നത്, കെ ബാബു മാത്രമാണ്. കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ അധികമാരും ചെയ്യാത്ത തരത്തിൽ ഇത്തവണ ഏക MLA ആണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞത് താൻ ഇനി മത്സരരംഗത്തേക്കില്ല എന്ന് പരസ്യമായി വാർത്താ സമ്മേളനം നടത്തിയൊക്കെ പ്രഖ്യാപിച്ചു കെ ബാബു. സാധാരണഗതിയിൽ കോൺഗ്രസിൽ എത്ര അവശനായി നിൽക്കുന്ന ഘട്ടത്തിലായാൽ പോലും, എത്ര പ്രായം കൂടിയ ഘട്ടത്തിലായാൽ പോലും അങ്ങനെയൊന്നും പ്രഖ്യാപിക്കുന്ന പതിവില്ല. പകരം പ്രധാനപ്പെട്ട ആ വിഭാഗത്തിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കളെ കണ്ടെത്തുക എന്നുള്ളത് ഒരു പ്രധാന വെല്ലുവിളിയായി കോൺഗ്രസിന് മുന്നിൽ നിൽക്കുകയാണ്. ആ വിഭാഗത്തെ പൂർണ്ണമായും തള്ളിക്കളയാനും കോൺഗ്രസിനാവില്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഒന്നാമത്തെ വലിയ പ്രശ്നമായി സൂചിപ്പിച്ച എംപിമാർ മത്സരിക്കുന്നതിൽ തീരുമാനമെടുത്തില്ല എന്ന് പറഞ്ഞതും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. കാരണം രണ്ട് എംപിമാരാണ് പ്രധാനമായി ഇപ്പോൾ മത്സരരംഗത്തേക്ക് വേണമെന്നുള്ള വാശിയിൽ ഉറച്ചു നിൽക്കുന്നത്. ഒന്ന് KPCCയുടെ മുൻ അധ്യക്ഷൻ കെ സുധാകരനാണ്, മറ്റൊന്ന് UDFന്റെ കൺവീനർ അടൂർ പ്രകാശാണ്. ഈ രണ്ടുപേരും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാദവും ഇതുതന്നെയാണ്. ശിവഗിരി മഠമടക്കം പരസ്യമായി വന്ന കോൺഗ്രസിനോട് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നു. ഈ വിഭാഗത്തിൽ നിന്ന് പ്രധാന നേതാക്കളെ അല്ലെങ്കിൽ ആ വിഭാഗത്തിന് പ്രാതിനിധ്യമുണ്ട് എന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രധാന നേതാക്കളെ ഉൾപ്പെടുത്തണമെങ്കിൽ ഇപ്പോൾ ഉള്ള നേതാക്കൾ പലപ്പോഴും ഈ മുൻ നേതാക്കളെയൊക്കെ ആശ്രയിക്കേണ്ട അവസ്ഥ കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ഒരു തീരുമാനം അവർക്ക് എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇതിനു മുന്നിൽ സ്വാഭാവികമായും ആർക്കും ഉയരുന്ന ഒരു ചോദ്യമാണ്, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് എംപിമാരെ മത്സരിപ്പിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിച്ചുകൂടെ? ഒരേ സമയം ആ പ്രശ്നത്തിനും പരിഹാരമാകും, ഒരു സമുദായത്തെ പരിഗണിച്ചില്ല എന്നുള്ള പ്രശ്നത്തിനുമൊക്കെ പരിഹാരമാകും എന്നുള്ളത്. പക്ഷേ അവിടെയും കോൺഗ്രസിന് മുന്നിൽ ചില പ്രായോഗിക പ്രശ്നമുണ്ട്. അതിൽ കണ്ണൂരല്ല ഏറ്റവും വലിയ പ്രായോഗിക പ്രശ്നം. കണ്ണൂരിൽ കെ സുധാകരനെ പോലെ ഒരാളെ ഇപ്പോൾ മത്സരിപ്പിക്കാൻ തയ്യാറായാൽ ചിലപ്പോൾ ജയിക്കാൻ സാധ്യതയോ അല്ലെങ്കിൽ ജയിച്ചു കഴിഞ്ഞ് ഒരു മന്ത്രിസഭയുണ്ടായാൽ അന്നുണ്ടാക്കാൻ പോകുന്ന മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയും വകുപ്പുകളെ ചൊല്ലിയൊക്കെ കെ സുധാകരൻ ഉണ്ടാക്കാൻ പോകുന്ന പുകുലുകളുമൊക്കെ അതൊക്കെ വേറൊരു വഴിക്ക്, അതൊക്കെ തൽക്കാലം ഏത് തെരഞ്ഞെടുപ്പിലും വിജയത്തിന് ശേഷമല്ലേ പിന്നെ ജയിച്ചാൽ എന്ത് ചെയ്യും, ആരെ മന്ത്രിയാക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. പക്ഷേ അതല്ല ആറ്റിങ്ങലിനെ സംബന്ധിച്ചൊരു വിഷയം. CPMന്റെ ഇടതുമുന്നണിയുടെ കോട്ടയായിരുന്നു ആറ്റിങ്ങൽ. ആ ചെങ്കോട്ടയിൽ വിള്ളൽ വീഴ്ത്തി കഴിഞ്ഞതിന് മുൻപിലെ തവണ അടൂർ പ്രകാശാണ് ആ മണ്ഡലം പിടിച്ചെടുത്തത്. ആ മണ്ഡലത്തിൽ പെടുന്ന ആളെ അല്ല അടൂർ പ്രകാശ്. പക്ഷേ അടൂർ പ്രകാശിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ അപ്രതീക്ഷിതമായി അവിടേക്ക് കൊണ്ടുവരുന്നു. സ്ഥിരമായി കോന്നിയിൽ നിന്ന് ജയിച്ചുകൊണ്ടിരുന്ന MLA ആയ മന്ത്രിയായി കയറിയിരുന്ന അടൂർ പ്രകാശിനെ അവിടേക്ക് കൊണ്ടുവരുന്നു. അടൂർ പ്രകാശിനെ കൊണ്ടുവരുമ്പോൾ 2019 അദ്ദേഹം ആറ്റിങ്ങൽ ആദ്യമായി ഇടതുമുന്നണിയിൽ നിന്ന് പിടിച്ചെടുക്കുന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ആറ്റിങ്ങൽ നിലനിർത്തിയെങ്കിലും അദ്ദേഹമായിട്ട് കൂടി കഷ്ടിച്ചാണ് കോൺഗ്രസിന് ആ മണ്ഡലം നിലനിർത്താനായത്. ഇടതുമുന്നണി അവരുടെ പഴയ കരുത്തിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആറ്റിങ്ങലിൽ. ഇനി ഈ അടൂർ പ്രകാശ് മത്സരിച്ചാൽ സ്വാഭാവികമായും അവിടെ കോന്നിയിൽ ജയിക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. അതിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് സംശയമില്ല, കോൺഗ്രസിനെ സംബന്ധിച്ചും അക്കാര്യത്തിൽ കാര്യമായ സംശയമില്ല. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വന്നാൽ ആ മണ്ഡലമൊക്കെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ ആ ഒരു മണ്ഡലം പിടിച്ചെടുക്കുമ്പോൾ ആറ്റിങ്ങൽ പോലെ പ്രധാനപ്പെട്ട ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്ക് പകരം ആരെ അവതരിപ്പിക്കും കോൺഗ്രസിന് എന്നുള്ള ചോദ്യം കോൺഗ്രസിന് മുന്നിൽ വലിയ ചോദ്യമായി തന്നെ നിൽക്കും. ഈ എങ്ങാനും ആറ്റിങ്ങൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് എക്കാലത്തേക്ക് ഒരിക്കൽ നഷ്ടപ്പെട്ടതുകൊണ്ട് ഇടതുമുന്നണി പാഠം പഠിച്ചു നിൽക്കുകയാണ്. ആ മുന്നണിയെ ഇനിയും അത് ഒരിക്കൽ തിരിച്ചു കിട്ടിയാൽ അത് മടക്കി നിലനിർത്താനുള്ള സർവ്വ ജോലിയും ഇടതുമുന്നണി ചെയ്യും എന്നത് ഉറപ്പാണ്. അങ്ങനെ രണ്ട് പ്രായോഗിക പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം,
കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു തരത്തിൽ പറഞ്ഞാൽ അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. വിജയസാധ്യതയ്ക്കപ്പുറം നേതാക്കൾ സ്വന്തക്കാർക്കും സ്വന്തം ഗ്രൂപ്പുകാർക്കും വേണ്ടി, അല്ലെങ്കിൽ ജയിച്ചാൽ മുഖ്യമന്ത്രി ആരാവണം എന്ന ചോദ്യം സ്വാഭാവികമായും കോൺഗ്രസ് ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചല്ല കോൺഗ്രസ് മത്സരത്തിലേക്ക് വരുന്നത്. ജയിക്കുന്ന MLA-മാരിൽ നിന്ന് ആരെയാണ് നിങ്ങൾ കൂടുതൽ പിന്തുണയ്ക്കുന്നത് എന്നതിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു കണക്കെടുപ്പ് നടത്തുന്നു. ഏത് വ്യക്തിക്കാണോ കൂടുതൽ പേരുടെ പിന്തുണ കിട്ടുന്നത് ആ വ്യക്തി മുഖ്യമന്ത്രിയാവുന്നു. ഇതാണ് കോൺഗ്രസിൻ്റെ രീതി. അപ്പോൾ VD സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിൽപ്പുണ്ട്. സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആയിക്കോട്ടെ എന്നുള്ള രീതിയൊന്നും കോൺഗ്രസിൽ എല്ലാ കാലത്തും ഉണ്ടാവണമെന്നില്ല. രമേശ് ചെന്നിത്തല ഇങ്ങനെ നിൽപ്പുണ്ട്. ഇനി അതല്ല KC വേണുഗോപാൽ മത്സരത്തിലേക്ക് വരും എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ തരത്തിലേക്ക് ഇപ്പോൾ എന്തായാലും ഇതുവരെയുള്ള സ്ഥിതി അനുസരിച്ച് അങ്ങനെ വരാനുള്ള സാധ്യത കുറവാണ് കാണുന്നത്. എന്തായാലും ആരായാലും അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവരെ കൈപൊക്കാൻ കഴിയുന്ന MLA-മാർ അത് വേണം എന്നുള്ള ഓരോരുത്തരുടെയും ആവശ്യം. ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് കോൺഗ്രസിൻ്റെ പട്ടിക നീളുന്നതിന് ഇത്തരം കാരണങ്ങളൊക്കെ പറയാൻ കഴിയും. ഇതൊക്കെ പരിഹരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലൊക്കെയാണ് ഏറ്റവും കടുത്ത പ്രശ്നങ്ങൾ നിൽക്കുന്നത്. നെയ്യാറ്റിൻകരയും പാറശാലയും നേമത്തും ഒന്നും സ്ഥാനാർത്ഥികളെ ഇതുവരെ നിശ്ചയിക്കാനാവുന്നില്ല. M. ലിജുവിനെ കായംകുളത്ത് മത്സരിപ്പിക്കണോ തൃപ്പൂണിത്തറ മത്സരിക്കണോ എന്ന കാര്യത്തിലടക്കം തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. എന്തായാലും ഇന്ന് തന്നെ അല്പം വൈകിയാലും ചിലപ്പോൾ ഈ ഇലക്ഷൻ ചാനൽ ചെയ്യുന്ന സമയത്ത് തന്നെ കോൺഗ്രസിൻ്റെ പട്ടിക വരും എന്നുള്ള പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ അത്തരം ഒരു അവകാശവാദമാണ് നേതാക്കളൊക്കെയും ഉന്നയിച്ചിട്ടുള്ളത്. നമുക്കിനി അടുത്ത ഘട്ടമായി നോക്കേണ്ടത്, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.